ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ക്ലാസ് 5 ഹിന്ദിയിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ പഠിക്കാം. ഓക്കെ, ഇക്കായി ഏക് യൂണിറ്റ് 1 ദുലാരെ പൽ. ദുലാരെ പൽ എന്നത് ഇവിടെ യൂണിറ്റിൻ്റെ പേരാണ് കേട്ടോ. ദുലാരെ മീൻസ് പ്രിയപ്പെട്ട, പൽ എന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾ. ഓക്കെ, ദുലാരെ പൽ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട നിമിഷങ്ങൾ. ഇവിടെ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നേ? നോക്കിയേ, കുറേ പൂക്കളുണ്ടല്ലേ, പൂമൊട്ടുകൾ, പൂമ്പാറ്റകൾ, അതുപോലെ കുറേ മരങ്ങളുണ്ട്. പിന്നെന്താ, സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്, അതുപോലെ മേഘങ്ങളുണ്ടല്ലേ. ഇവയ്ക്കൊക്കെ ഹിന്ദിയിൽ എന്താണ് പറയുക എന്നറിയോ കൂട്ടുകാർക്ക്? നോക്കിയേ, പൂവിന് ഹിന്ദിയിൽ ഫൂൽ എന്നാണ് പറയുക. പൂവിന് ഹിന്ദിയിൽ ഫൂൽ എന്നാണ് പറയുക. പൂമൊട്ടിന് ഹിന്ദിയിൽ കലി എന്ന് പറയും. ഓക്കെ, കലി മീൻസ് പൂമൊട്ട്. അതുപോലെ പൂമ്പാറ്റയ്ക്ക് എന്താ പറയുക? പൂമ്പാറ്റയ്ക്ക് ഹിന്ദിയിൽ തിത്തലി എന്ന് പറയും, തിത്തലി. ഓക്കെ, മരത്തിന് എന്താ പറയുക? മരത്തിന് ഹിന്ദിയിൽ പേട് എന്നാണ് പറയുക, പേട്. അതുപോലെ സൂര്യന് ഹിന്ദിയിൽ സൂരജ് എന്ന് പറയും. ഓക്കെ, സൂരജ്. മേഘങ്ങൾക്ക് ബാദൽ എന്ന് പറയും. മേഘത്തിന് എന്താ പറയുക? ബാദൽ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഫൂൽ പൂവ്, കലി മൊട്ട്, തിത്തലി പൂമ്പാറ്റ, പേട് മരം, സൂരജ് സൂര്യൻ, ബാദൽ മേഘം. ഓക്കെ, അപ്പം നമുക്ക് കവിതയിലോട്ട് പോയാലോ? കവിതയുടെ പേരാണ് ധൂപ് ആ ഗയി. എഴുതിയിരിക്കുന്നത് പ്രയാഗ് ശുക്ൽ. ഓക്കെ, ധൂപ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ധൂപ് മീൻസ് വെയിൽ. ആ ഗയി എന്ന് പറഞ്ഞാൽ വന്നു. ഓക്കെ, ധൂപ് ആ ഗയി അതായത് വെയിൽ വന്നു. അപ്പം നമുക്ക് കവിത വായിച്ച് നോക്കാം. ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി, കലിയാം പ്യാരി പ്യാരി മഹ്കി, കലിയാം ക്യാരി ക്യാരി മഹ്കി, കലിയാം ഇത്തനി സാരി മഹ്കി. ഓക്കെ ആണല്ലോ. ഓക്കെ, ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ. ആ ഗയി മീൻസ് വന്നു. സുബ് എന്ന് പറഞ്ഞാൽ രാവിലെ എന്നാണ് അർത്ഥം. ഓക്കെ, എന്താ പറയുന്നേ? രാവിലത്തെ വെയിൽ വന്നു. ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി, രാവിലത്തെ വെയിൽ വന്നു. കലിയാം പ്യാരി പ്യാരി മഹ്കീം, കലിയാം പ്യാരി പ്യാരി മഹ്കീം. കലിയാം, കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ. ഓക്കെ, പ്യാരി പ്യാരി, പ്യാരി പ്യാരി എന്താ? മനോഹരമായ. മെഹക്കീം, മെഹക്കീം എന്ന് പറഞ്ഞാൽ സുഗന്ധം പരത്തി. ഓക്കെ, അത് എന്താ പറയുന്നേ? പൂമൊട്ടുകൾ മനോഹരമായ സുഗന്ധം പരത്തി. കലിയാം പ്യാരി പ്യാരി മഹ്കി. ഓക്കെ, കലിയാം ക്യാരി ക്യാരി മഹ്കി എന്താ പറയുന്നേ? കലിയാം പൂമൊട്ടുകൾ, ക്യാരി ക്യാരി എന്ന് പറഞ്ഞാൽ ഓരോ പൂത്തടവും എന്നാണ് അർത്ഥം. ക്യാരി മീൻസ് പൂത്തടം. ഓക്കെ, ക്യാരി ക്യാരി ഓരോ പൂത്തടവും. മെഹ്കി സുഗന്ധം പരത്തി. എന്താ പറയുന്നേ? ഓരോ പൂത്തടവും സുഗന്ധം പരത്തി. അതായത് ഓരോ പൂത്തടത്തിലെ പൂക്കളും, പൂക്കളല്ല പൂമൊട്ടുകൾ, ഓരോ പൂത്തടത്തിലെ പൂമൊട്ടുകളും സുഗന്ധം പരത്തി. കലിയാം ഇത്തനി സാരി മെഹക്കി. കലിയാം പൂമൊട്ടുകൾ, ഇത്തനി സാരി എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നാണ് അർത്ഥം. ഓക്കെ, ഒത്തിരി, ഒരുപാട്. മെഹക്കി മീൻസ് സുഗന്ധം പരത്തി. അപ്പോൾ എന്താ പറയുന്നേ? കലിയാം ഇത്തനി സാരി മെഹക്കി, പൂമൊട്ടുകൾ ഒരുപാട് സുഗന്ധം പരത്തി. ഓക്കെ, അപ്പം ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഇവിടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പിറകിലുള്ള ഓരോ വേർഡ്സിൻ്റെയും അർത്ഥമാണ് കേട്ടോ. അത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ നമുക്ക് ഈ 4 വരി വായിച്ചു നോക്കാം. ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി, കലിയാം പ്യാരി പ്യാരി മഹ്കീം, കലിയാം ക്യാരി ക്യാരി മഹ്കീം, കലിയാം ഇത്തനി സാരി മെഹക്കീം. ഓക്കെ, രാവിലത്തെ വെയിൽ വന്നു. പൂമൊട്ടുകൾ മനോഹരമായ സുഗന്ധം പരത്തി. പൂമൊട്ടുകൾ, ഓരോ പൂത്തടത്തിലെ പൂമൊട്ടുകളും സുഗന്ധം പരത്തി. പൂമൊട്ടുകൾ ഒരുപാട്
അല്ലെങ്കിൽ ഒത്തിരി സുഗന്ധം പരത്തി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത 4 വരിയിലോട്ട് പോവാം. ഓക്കെ. हवा बह रही ठंडी ठंडी, घूम रही वो बहकी बहकी, उड़ती उड़ती आई चिड़िया, फुदक फुदक कर वे भी चहकी. ഓക്കെ, എന്താ പറയുന്നത്? ഫസ്റ്റ് വരി നോക്കിയേ. ഹവ ബഹ്രഹി ठंडी ठंडी. ഹവ മീൻസ് കാറ്റ്, ബഹ്രഹി വീശിക്കൊണ്ടിരിക്കുന്നു, ठंडी മീൻസ് തണുത്ത. ഓക്കെ, ठंडी ठंडी എന്ന് വെച്ചാൽ തണുത്ത. എന്താ പറയുന്നത് ഇവിടെ? തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഹവാ ബഹ്രഹി ठंडी ठंडी. ഓക്കെ, അടുത്ത വരി. ഘൂം രഹി വ ബഹക്കി ബഹക്കി. ഘൂം രഹി ചുറ്റിയടിച്ചു കൊണ്ടിരിക്കുകയാണ്. വഹ് മീൻസ് അത്, ബഹക്കി ബഹക്കി എന്ന് വെച്ചാൽ തത്തിക്കളിച്ചുകൊണ്ട്. എന്താ പറയുന്നേ? തത്തിക്കളിച്ചുകൊണ്ട് അത് ചുറ്റിയടിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ. എന്ത്? ഇവിടെ കാറ്റാണ്. വഹ് മീൻസ് അത്, അത് എന്ന് പറയുന്നത് ഇവിടെ കാറ്റാണ്. ഓക്കെ. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. ഉടുത്തി മീൻസ് പറന്ന്, അതായത് ഉടുന മീൻസ് പറക്കുക. ഉടുത്തി ഉടുത്തി എന്ന് വെച്ചാൽ പറന്ന് പറന്ന്. ആയി, ആയി എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥം. ഓക്കെ. ചിടിയാം, ചിടിയാം എന്താ? പക്ഷികൾ. എന്താ പറയുന്നത്? ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. പറന്ന് പറന്ന് വന്നു അല്ലേ, പക്ഷികൾ പറന്ന് പറന്ന് വന്നു. ലാസ്റ്റ് വരി. ഫുദക് ഫുദക് കർ വേബി ചഹക്കി. ഫുദക് ഫുദക് കർ, ഫുദക് ഫുദക് കർ എന്ന് വെച്ചാൽ ചാടി ചാടിക്കൊണ്ട്. ഓക്കെ. വേബി അവയും, ചഹക്കി, ചഹക്കി മീൻസ് ചിലക്കുക, ചിലച്ചു. ഓക്കെ, ചാടിക്കൊണ്ട്, ചാടി ചാടിക്കൊണ്ട് അവയും ചിലച്ചു. ഇവിടെ ആരാ ചിലച്ചേ? പക്ഷികൾ അല്ലേ. ഓക്കെ. അപ്പം ഇവിടെ താഴെ എഴുതിയിട്ടുണ്ടോ മിൽക്കർ ഗായ്. ഇവിടെ ഓരോ വരിയുടെയും ഓരോ വേർഡ്സിൻ്റെ അർത്ഥം ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് പേജിൽ കൊടുത്തത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇതും അർത്ഥവും കൂടെ നോക്കിയിട്ട് വായിക്കുക. ഓക്കെ. ഇനി ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നോക്കിയേ. ഫസ്റ്റ് എന്താ പറഞ്ഞേ? രംഗ് ഭരേ. രംഗ് ഭരേ എന്ന് രംഗ് മീൻസ് കളറാണ്. ഭരേ എന്ന് വെച്ചാൽ നിറയ്ക്കുക, കളറ് നൽകാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ആദ്യത്തെ ചിത്രം എന്താണ്? ഒരു മൊട്ടല്ലേ. അതുപോലെ സെക്കൻഡ് ചിത്രം ഒരു പക്ഷി. എഴുതി നോക്കി. ഇവിടെ എന്താ പറയുന്നത്? യഹ് കലി ഹേ. ഇത് കലിയാണ്. കലി മീൻസ് മൊട്ട്, ഇത് മൊട്ടാണ്. യഹ് ചിടിയാ ഹേ. ഇത് പക്ഷിയാണ്. അതുപോലെ താഴെ ഓരോ കളേഴ്സിനും എന്താണ് പറയുക എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ലാൽ എന്ന് വെച്ചാൽ ചുവപ്പ് നിറം, ഹര എന്ന് പറഞ്ഞാൽ പച്ച നിറം, കാല കറുപ്പ്, നീല നീല. ഓക്കെ ആണല്ലോ. അപ്പം കൂട്ടുകാരിതിന് നല്ല ഭംഗിയിൽ നിറം നൽകുക. ഓക്കെ. അടുത്ത പേജിൽ ശബ്ദ് പഹചാനെ കവിതാമേ രേഖാങ്കിത് കരേ. ശബ്ദ് പഹചാനെ എന്ന് വെച്ചാൽ വേർഡ്സ് തിരിച്ചറിഞ്ഞിട്ട് അത് കവിതയിൽ അടയാളപ്പെടുത്താനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. എന്തൊക്കെയാണ് വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? കലിയാം, ഹവ, ധൂപ്, ക്യാരി, ചിടിയ. കലിയാം പൂമുട്ടുകൾ, ഹവ മീൻസ് കാറ്റ്, ധൂപ് വെയിൽ, ക്യാരി പൂത്തടം, ചിടിയ പക്ഷികൾ. ഓക്കെ ആണല്ലോ. അപ്പം ഇത് കണ്ടുപിടിച്ച് കവിതയിൽ ഈ വേർഡ്സ് അടയാളപ്പെടുത്തുക. ഓക്കെ. അപ്പം നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം. ബൈ.